ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഐ വിൽ കിസ് യു. ഓക്കേ, അവർക്ക് നിങ്ങളെ ചുംബിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ്, ഈ ഒരു കരിയർ മേഖലയിലായിരിക്കാം അവരോ നിങ്ങളോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സിക്യൂട്ടീവായിട്ട് സ്പിരിച്വൽ ലൈഫ്, നിങ്ങളുടെയോ അവരുടെയോ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു അവേക്കനിങ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒക്ടോബർ, ഈ മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തോ ബന്ധമുണ്ട്. ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം ശരിയാകും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാകും, അല്ലെങ്കിൽ അതൊക്കെ മാറും എന്നാണ് അവർ പറയുന്നത്. വാണ്ട്സ് ടു ടോക്ക് ടു യു. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അപ്പൊ അത് തന്നെ, എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ നിങ്ങൾ തമ്മിലുണ്ട്, അത് പറഞ്ഞു തീർക്കാനാണ് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. അങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ അവർ വരുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഐ എം യുവർ സോൾമേറ്റ്. ഓക്കെ, അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഐ ആർ, നിങ്ങളുടെയോ അവരുടെയോ പേരിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉണ്ടായാലും മതി കേട്ടോ, അങ്ങനെയായാലും മതി. ഫാമിലി ഇഷ്യൂസ്, അവർക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫാമിലിയിൽ അറിഞ്ഞിട്ടുള്ള പ്രശ്നവും ആകാം, അങ്ങനെയും ആകാം. ഹാർട്ട് ബ്രോക്കൺ, അവരോ നിങ്ങളോ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിൽ കൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നുണ്ടായിരിക്കുക. എനിക്കുറങ്ങാനേ കഴിയുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുഖമാണ്. ഓക്കെ, ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞു, അതിനെ അനുബന്ധിച്ചിട്ടുള്ള മെസ്സേജും വന്നു കഴിഞ്ഞു. CLU, ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായിരിക്കാം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല, നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് കഴിയാൻ സാധിക്കില്ല എന്ന് അവർ സമ്മതിച്ചു. ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പൊ അവരൊന്നും കൂടി അത് ഉറപ്പിക്കുന്നു. മെഡിക്കൽ ഫീൽഡ്, നിങ്ങളുടെയോ അവരുടെയോ ഒരു മെഡിക്കൽ ഫീൽഡിലായിരിക്കാം, അതായത് നിങ്ങൾ ആ ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നോട്ട് യു, എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് നിങ്ങളല്ല അതിന് കാരണം എന്നാണ് അവർ പറയുന്നത്.